ഗുഡ് മോർണിംഗ്. 6 മണിയാകാറായി. പള്ളി പോകാൻ റെഡി ആവണം. വീട്ടിലുള്ള സമയത്തുള്ള കുറച്ച് ദിവസങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. രാവിലെ തന്നെ ഞാനും അമ്മയും പള്ളി പോയി വന്നു. അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മള് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. കുറച്ചധികം മെറ്റീരിയൽസ് വാങ്ങണം. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുവാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് എങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഇപ്പൊ ഞാൻ എന്റെ തല കഴുകാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം ഭയങ്കര ഓയിലി ആയിട്ടുണ്ട്. സോ ഹെയർ വാഷ് രാവിലെ തന്നെ കഴുകാൻ. ഇപ്പം സമയം 8:30. ഇന്ന് സമയമുണ്ടെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ മെറ്റീരിയൽ. ഇതായിരുന്നു അതിന് വേണ്ടിയുള്ള ലൈനിങ്, പക്ഷേ ഞാനിത് ഇച്ചിരി വാങ്ങിയിട്ടുള്ളൂ. സോ ഒരു വെള്ള ലൈനിങ് എടുക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഹെൽപ്പൊന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇടയ്ക്കെന്ന് ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന്. അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ പണിയാണ് പയറരിയൽ, ചക്കയും അച്ചാറും. ഉണ്ടാക്കാൻ പോകുന്ന ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല മോഡലിൽ ഞാൻ ഇങ്ങനെ വരച്ചൊക്കെ ട്രൈ ആയിരുന്നു. ഡ്രസ്സ് മാറി ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോവാണ്. ഇപ്പം സമയം 10:15. 10:30 ആകുമ്പോഴത്തേക്കും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം. പല്ലൊക്കെ തേച്ച് ഞാൻ റെഡിയായി. പപ്പയാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. ഞാനായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് പേഷ്യൻറ്റ്. അപ്പം ഞാനും ഡെന്റിസ്റ്റ് ഒരേ സമയത്താണ് എത്തിയത്. അച്ചാറ്, ഇന്നും കഞ്ഞി. ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ രാവിലെ കഞ്ഞിയാണല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ടൈം ഇസ് 11:15 AM. വെയിലത്ത് ഷൈനിങ് സ്റ്റാർ. ഈ സ്പോട്ട് ലൈറ്റ് അടിച്ചു പോലെ. അറിയില്ലേ, ലൈറ്റ് കണ്ടു വീഴും. ഞങ്ങള് പുറത്ത് പോകാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഇതിൻ്റെ സ്ലീവ്സ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണം. നമ്മൾ വയനാട്ടിൽ നിന്നാണ് ക്ലോത്ത്സ് എല്ലാം എടുക്കുന്നത്. ഹോൾസെയിൽ ആയിട്ടൊന്നുമല്ല, റീറ്റെയിൽ ഷോപ്സിൽ പോയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഷോപ്പൊന്നുമില്ല, അവിടെ തന്നെയുള്ള ഒരു 3-4 ഷോപ്സിൽ കയറി നമുക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് നോക്കിയിട്ട് എടുക്കും. വീട്ടിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആരാ സ്റ്റിച്ച് ചെയ്യുന്നത്? പഠിച്ചത് അയാള് കയ്യിന്റെ എന്ത് ചെയ്തതാണ് ഭംഗി. നല്ല ഓർമ്മ, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഔട്ട്ഫിറ്റ് ആയിരുന്നു സ്പ്ലാഷ് ഓഫ് പിങ്ക്. അത് ഈ കടയിൽ നിന്നായിരുന്നു നമ്മൾ എടുത്തത്. ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ പല തവണയായിട്ട് വന്ന് അതെടുത്ത് ഇവിടുന്ന് തീർത്തു. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ തൊട്ട് അമ്മയായിരുന്നു നമ്മുടെ എല്ലാ ഡ്രസ്സും തയ്ച്ചു തന്നുകൊണ്ടിരുന്നത്. നമ്മൾ മെറ്റീരിയൽ ഒക്കെ എടുക്കാൻ വേണ്ടി എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഷോപ്പാണിത്. അതുകൊണ്ട് ഇവിടെ കുറച്ചൊക്കെ കണ്ട് നമുക്കൊരു പരിചയമുണ്ട്. ഇവിടെ നിന്നെടുത്ത മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അവരിത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇനി പുതിയ സ്റ്റൈൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കാൻ ഒരു രസമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ കമൻസിലൂടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് വെൻ യു ആക്ച്വലി ഗെറ്റ് ഇറ്റ് ഇൻ പേഴ്സൺ. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് കോഫിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇച്ചിരി വലിപ്പം കുറഞ്ഞൊരു മഗ് വേണമെന്ന് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞതേ ഉള്ളൂ. ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ മഗ്ഗില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നില്ലേ? നല്ല മഗ്ഗല്ലേ? ഹാപ്പി ഹാപ്പി. പള്ളിക്കുഞ്ഞി കഴുകിയെടുക്കണം. ഫുൾ പൊടിയല്ലേ? ഇത് ഒരു ഫ്രീ കിട്ടിയ ഗിഫ്റ്റ്. ഇത് വേറെ ഫ്രീ കിട്ടിയത്. ഇതെന്താ? ടവൽ അല്ലേ? ഓ, നല്ല ടവലാണല്ലോ. വാ, നല്ല ഫ്രണ്ട്. ഇതും
ഇത് നല്ല സാധാ തോർത്ത്. ഇത് വേറെ ഗിഫ്റ്റ് ഫ്രീ. നല്ല ടർക്കി. വേറെന്തെങ്കിലും ഫ്രീ കിട്ടിയൊന്നും തപ്പാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ വേറൊരു സാധനം ബില്ല് മാത്രമാണ്. ഇവര് കൊറേ തന്നല്ലോ. എന്തെങ്കിലും ഉണ്ടോ? നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന ഗിഫ്റ്റ്സുകൾ സന്തോഷം തരില്ലേ? ഇത് ടവൽ സൈസ്, ഇത് ചെറുതാണല്ലോ, മറ്റേ കാണിച്ചത് വലിയത്. അങ്ങനെ വന്നൊരു കോഫി ഒക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കസിൻസ് വന്നു. വീഡിയോ എടുത്തു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസമാണ്. നീ തവണ ചാട്ടിച്ചോ. ഞാൻ എന്ന് വീഡിയോ എടുത്താലും മുത്തീച്ചി വീട്ടിൽ വന്നിരിക്കും എനിക്ക് മനസ്സിലായി. അത് മുഴുവൻ പൊടിച്ച് കഴിയുമ്പോ മൂത്തത് പൊട്ടിക്കും വയലേക്ക്. ഫ്രണ്ട് വെക്കാൻ പഠിച്ചില്ല, ഞാൻ വന്നേരം കാണിച്ചു കൊടുക്കാം. ഇത്രയാണ് നമ്മളിന്ന് വാങ്ങിയത്. ഫുൾ തുണി ഇപ്പോൾ ചെക്ക് ചെയ്യായിരുന്നു, പക്ഷെ ഒരു തുണി മിസ്സിങ്ങാ. പെയ്ഡല്ല, ബിക്കോസ് ബില്ലിലും ഇല്ല. പക്ഷെ നമ്മളത് എടുത്തു വെച്ച തുണിയായിരുന്നു, ആവശ്യമുള്ളതായിരുന്നു. ബട്ട് അത് വിട്ടുപോയി. അപ്പം ഇനി അത് പിന്നെയും വാങ്ങണം. 10 മണി കഴിഞ്ഞു. ഇനി നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഫുൾ ഡേ പുറത്ത് പോയാൽ ഭയങ്കര ക്ഷീണം. 11 മണി ആകാറായി. ഇനി നാളെ കാണാം. ഹായ്, ഇന്ന് ട്യൂസ്ഡേ. അപ്പം 9:30 രാവിലെ നേരത്തെ എഴുന്നേറ്റു. അങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലെ ഒരു റീൽസ് 100K ആകാറാവുകയാണ്. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ പേജിൽ ഒറ്റയ്ക്ക്, അതായത് വേറെ ആളുകളെ കൊളാബറേറ്റ് ചെയ്യാണ്ട് 100K എത്താൻ പോകുന്നത്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഇപ്പം 98,000 ആയിരിക്കുകയാണ്. മമ്മ ഈസ് വെരി ബിസി. അമ്മേനെയും വേണം എനിക്ക്. ബിസി ചെയ്യണമെന്ന് വിചാരിച്ചു. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ ഇന്നലെ ഞങ്ങളെത്തി. ഇപ്പം തന്നെ രാത്രിയായല്ലോ. അത് കൂടാണ്ട് ഇന്ന് വേറൊരു ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ദാറ്റ്സ് എ പ്ലാൻ. ഞാനും അമ്മയും മെല്ലെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അമ്മ തയ്ക്കാൻ തുടങ്ങി. നമ്മൾ പുതിയ മെഷീൻ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് അത് വരാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പപ്പ പറഞ്ഞു ഇന്ന് വരും. സോ സൂപ്പർ എക്സൈറ്റഡ്. നല്ലൊരു ഉറക്കം. നല്ല ഉറക്കം എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ്സ് ഉറങ്ങി. നല്ല ഉറക്കം ചെയ്യാൻ തോന്നി. മെഷീനല്ല, അമ്മ പറഞ്ഞ മുമ്പിൽ എന്തോ വണ്ടി വന്നു. ഇല്ല, വണ്ടി വന്നിട്ടില്ല. ബട്ട് വി ആർ വെയിറ്റിംഗ്. ഓവർലോക്കിന്റെ മാത്രം മെഷീൻ. എന്താ ഓ, മെഷീൻ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി. അങ്ങനെയാ? ഓ, ഇതിലിനി 3 നൂലിടണ്ടേ? ഇതിലൊക്കെ എത്ര സൂചി ഇടാൻ പറ്റും? നൂലിടണം തോന്നുന്നു. ഇതെന്താ ഇങ്ങനെ നൂലുകൾ ഇവിടെ ഇങ്ങനെ? അത് പുറത്ത് വെച്ചേക്കുന്നത്. ഓ, ഓക്കെ. അവിടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ തയ്ക്കുന്നവിടേക്ക്. ഏത് കേട്ടണ്ടേ? ഇവിടെ സ്പീഡ് സെറ്റ് അതൊന്നുമില്ല തോന്നുന്നു. അല്ലുണ്ട് താത്തന്റെ സംഗതി എവിടെയാണ്? ഏതാന്ന് നോക്കട്ടെ. അല്ലടാ, ഇത് ഈ പ്ലഗ് താന്നിരിക്കണമെങ്കിൽ ഏതെങ്കിലും താത്താനുണ്ട്. അതാന്ന് നോക്കില്ല. ഇങ്ങനെ തിരിച്ചു വെക്കണം. ഇതല്ലേ താത്തിയെ? നൂല് വെച്ച് കോർത്തിട്ടില്ല അല്ലേ? എവിടെയാണ് ഓട്ടോ കെട്ട്? ലൈറ്റ് ഉള്ളപ്പോ നന്നായില്ലേ? ഓട്ടോ കെട്ടായോ? അല്ല, നൂല് താഴെ നൂലില്ലാന്ന് തോന്നുന്നു. എന്താ? അത് മോട്ടർ അല്ലേ?
പക്ഷെ ഇത് എവിടെ, ഇതിന്റെ ഏത് ഭാഗത്ത് അറ്റാച്ച് ചെയ്യും ഈ മോട്ടർ? ഓ, അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ തന്നെ അവര് ഇതിൽ നൂല് കുറക്കുന്നതെല്ലാം ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം ട്യൂട്ടോറിയലൊക്കെ നോക്കി അമ്മയും ടോണിയും കൂടെ എല്ലാം റെഡിയാക്കി എടുക്കുമായിരുന്നു. ഇങ്ങനെ വേണോ ആ സാധനം കുത്തി കിട്ടിയിട്ട് വേണോ? അല്ല സൂചി കോർക്കാൻ എളുപ്പമുണ്ടല്ലോ. അല്ല ഓട്ടോമാറ്റിക് ഇല്ല ഇതിലും? ഇല്ല ഇല്ല, ഓട്ടോമാറ്റിക് ഇടുന്നോട് സൂചി ഉള്ളിൽ കയറുമോ? അത് വേറെ മറ്റേ കറണ്ടിന്റെ ഈ നോർമൽ മെഷീനിലും മോട്ടർ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ സാധാരണേനേക്കാൾ ഇത് നല്ല സ്പീഡിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ട്രയലൊക്കെ നടത്തിയിട്ട് ചെയ്യാൻ ഒരു ക്ഷമയില്ലായിരുന്നു. എനിക്ക് അപ്പം തന്നെ തയ്ക്കാൻ തുടങ്ങായിരുന്നു. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ മെഷീൻ സിൻസ് യെസ്റ്റർഡേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ തയ്ക്കാൻ തുടങ്ങി. ചിക്കൻ റോൾ ചീര കഴുകിയതാ? നമ്മുടെ ചീരല്ലേ? ഇന്ന് വെനസ്ഡേ ആണ്. നമ്മൾ ചെയ്തതിൻ്റെ ബാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരും. ഞാൻ അപ്പോൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പഴംപൊരി മാക്ഡൊണാൾഡിലേക്ക് ഒന്ന് ഇടീരാം. കാണുന്ന എന്താന്ന് ആദ്യം കണ്ടു. യക്ഷി കുഞ്ഞാന്ന് പറഞ്ഞല്ലേ? കണ്ടോ? ഫസ്റ്റത്തെ ലൈക്ക് ആൽവിന്റെ. നീ കാണുന്നതിന് ഫസ്റ്റ് ലൈക്കാണ്. നമ്മൾ ലൈക്സ് നോക്കാലോ ഇവിടെ. ഇതിന്റെ തയ്ക്കേണ്ടത് മടക്കി അടിച്ചാൽ മതിയോ? ഇതിപ്പോ രണ്ട് എടുക്കുന്നു, അതിൽ നടക്കുന്ന ഒരു ഇവിടെ മുതല് 5%, 10%. എനിക്ക് ഇടുന്ന നിനക്ക് എത്ര കമ്മീഷൻ തരാൻ ഞാൻ പറഞ്ഞേ? 5%. എനിക്ക് 5%. ആലോചിക്കട്ടെ. ഒരു ജോലി കിട്ടി, അതിന്റെ ജാടിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കൂടെ അടിച്ചു വരുന്നത് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് കഴുകി പോകും. All good. Nothing, Mama. Nothing. പോരെ. Okay അല്ലേ? Mama. Is this big enough? Is this big enough? ഇത്രയും വേണോ? വലുത് വേണം. Is this big enough? വേണ്ട. ഇത് സ്റ്റിഫായിട്ടിരിക്കാൻ മറ്റേ സാധനം വെക്കണം. ക്യാൻവാസ് വെച്ചാൽ മതി മതി മതി. സ്പേസില്ലാണ്ട് പോണില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഇത് കുറച്ച് വർഷം മുമ്പ് അമ്മ എനിക്ക് അമ്മേൻ്റെ ഒരു നൈറ്റ് വെച്ച് തയ്ച്ചു തന്ന ഒരു ഡ്രസ്സാണ്. ഇന്നും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ പോയി. ഇന്ന് തിരിച്ചെത്തിയപ്പോഴും നല്ല ലേറ്റായി. മെഷീൻ്റെ ഉദ്ഘാടനമാണിന്ന്. അതിൻ്റെ ഇടയിൽ അത് അവർ ഓവർലോക്ക് ചെയ്ത് ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ആൾക്കാർ നിലത്ത് വരെ എത്തില്ലാത്തത് നമ്മൾ ഇവിടെ വെക്കുന്നു. ഓ മതി മതി. ഇപ്പൊ എന്ത് സംഭവിച്ചേ? കീറിയോ? ഓവർലോക്ക് ചെയ്ത് എവിടെ? ഓവർലോക്ക് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് വെറൈറ്റി ഓവർലോക്ക്. ഇത് കട്ടിങ് ആണല്ലോ. ഇത് ഓവർലോക്ക് അല്ലല്ലോ. ആദ്യം അടിച്ചത് കണ്ട ഇത് ഓൾ സെറ്റ്. ഇത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെരിഞ്ഞു പോയി. അത് അവൻ ട്രൈ മതിയായിരിക്കും. നീ ചെയ്ത് നോക്ക്.
അപ്പൊ ഇവന് മാത്രമാണോ ഇതെങ്ങനെ റൺ ചെയ്യണമെന്ന് അറിയുള്ളൂ അല്ലേ? അപ്പം ആദ്യം ചെയ്തതാണല്ലോ. അപ്പം പിന്നെ ഞാനിനി നാളെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ താത്തുക അല്ലേ, എന്നിട്ട് നേരത്തെ പോലെ തന്നെ നിലത്ത് വെക്കാൻ അല്ല, നിലത്തൊക്കെ എത്തൂല. ഇല്ല, എന്തോ പ്രശ്നം. ഹൈറ്റ് കൂടുതലാണോ? എവിടെ സാധിക്കും? അതൊക്കെ സ്പീഡ് കുറച്ച് കിട്ടും കേട്ടോ. അയ്യോ, ബാക്കി സ്റ്റാർട്ട്. അത് പറഞ്ഞ അവന് ചോർന്ന് പോണം, എനിക്ക് ചെറുന്ന് പോകുന്നുണ്ടാ. വൃത്തിയായിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് നീറ്റ് ശരിയാണ്ട്. ഇത്ര ദൂരം അടിക്കാം നമുക്ക്. പിടിച്ചിട്ട് 1 കിലോമീറ്റർ ദൂരം നിന്നിട്ട് ഇത് വന്നത് ഈ സൈഡിൽ കൂടെ മാത്രമേ വരുള്ളൂ. അത്തരം ഒരെണ്ണ സംഭവം അല്ലത്. സമയം 12 മണി കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ആ ദിവസത്തിന്റെ ബാക്കി എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. I'm all set for the day. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. ലേറ്റ് എന്ന് വെച്ചാൽ 1 മണി. അതെനിക്ക് ലേറ്റാണ്. അതുകൊണ്ട് ഇപ്പം സമയം 9 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബട്ട് ടുഡേ ഈസ് ഗോയിങ് ടു ബി എ വെരി പ്രൊഡക്റ്റീവ് ഡേ. കുറേ പരിപാടി ചെയ്യാനുണ്ട്. ഇന്നലെ എന്താ പറ്റി എനിക്ക് മനസ്സിലായി. എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തിരക്കായി പോയതാ. സോ അവരിനി കുറച്ച് ദിവസം ഉണ്ടാവും. എന്തോ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കുറേ തുണിയൊക്കെ വാങ്ങി ഭയങ്കര എക്സ്പെക്ടേഷനോടെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വന്നത്. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലോത്ത് വെച്ച് അവൾ ആദ്യം തുടങ്ങിയത് അത്ര ശരിയായില്ല. അതിന്റെ സങ്കടത്തിൽ കിടക്കാണ് മാലൻ. എനിക്ക് അറിയുന്ന വീഡിയോ അവളിടും, എന്റെ ചേച്ചിയെ എന്റെ ട്വിൻ സിസ്റ്റർ കാഴ്ചകളായിരുന്നു, പക്ഷെ എങ്കിലും അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായി. സ്പ്ലാഷ് ഓഫ് പിങ്കിന്റെ വേറൊരു സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊരു മദർ ഡോട്ടേഴ്സ് കോംബോ ആണ്. ഇതമ്മ, ഇത് കൊച്ച്. ഇതാണ് ഇന്ന് ചെയ്യുന്ന വർക്ക്. അമ്മയ്ക്ക് സ്കേർട്ടും ടോപ്പായിട്ടും അവൾക്ക് ഉടുപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു നല്ല ചേച്ചി മോളായിരുന്നു. അവരിതിട്ട് പുറത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളുകളുണ്ട്. നമ്മൾ കാനഡയിൽ നിന്ന് ഒരു ഷെഫിനെ ഇറക്കിയിട്ടുണ്ട്. ഇതിലല്ലേ നിങ്ങൾക്ക് വേണ്ടത്. ഒരു ടോപ്പ് തയ്ക്കാൻ പോവാണ്. ദിസ് ഇസ് ദ മെറ്റീരിയൽ. തേങ്ങ പൊരിക്കാൻ പോവാണ്. ഇനി കഴുത്ത് എത്ര വിടണം? ഇത് അത്ര വിടർച്ചയില്ലല്ലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല എനിക്ക് പുതിയ ടോപ്പ് തയ്ക്കാന്ന് വിചാരിച്ചു. വലിയ താല്പര്യമില്ലാത്തൊരു മെറ്റീരിയൽ നോക്കിയിട്ട് അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് മോഡൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏതിലാ ചെയ്യേണ്ടതെന്ന്. ഇവളുടെ കളക്ഷനാണ്. ഇതിനകത്ത് നിന്നൊരു തപ്പി എടുത്തിട്ട് ടോപ്പല്ലേ ഉദ്ദേശിക്കുന്നത്. ഒരു മോഡൽ നോക്കി തുടങ്ങിയപ്പോൾ പിന്നെയും ഫാബ്രിക് മാറ്റി. ഇനി ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ആദ്യത്തെ ബ്രേക്ക് ഇവിടെ 22 അപ്പോൾ പുറകോട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ തോടെ ചെറിയ ഇത് 20 മതിയോ? ജീൻസ് എവിടെ ഇട്ടിട്ടുണ്ട്? ഇവിടെ അല്ലേ. അപ്പോൾ ടോപ്പ് ഇത്ര ഇറക്കും പോലെ. ബേസിക്കലി ടോപ്പ് ഇത്ര ഇറക്കാൻ പറ്റുന്ന 2 ബസ് ജീൻസ് ഇവിടെ ഇടും. അപ്പോൾ ടോപ്പിന് അത്ര ഇറക്കാൻ പോരെ. പോകുന്നത് മാറിപ്പോ തുണി. ഇങ്ങനെയാണ് ഫസ്റ്റ് ലെയർ ഡൺ. കട്ടിംഗ് പാർട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ക്കാനുള്ളത് റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. തയ്ക്കുന്നത് മാളിനാണ്. വൈറ്റ് മാളിൻ. നമ്മളിതിങ്ങനെ തേച്ചെടുക്കുകയാണ്. കണ്ടിൽ നമുക്ക് കൊടുക്കാനുള്ള ടൈസ് ആണ്. ഇതിങ്ങനെ തേച്ച് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. മലിൻ ബാഗ്, ഏപ്രൺ അങ്ങനത്തെ ഇച്ചിരി ക്രിയേറ്റീവ് സാധനങ്ങളിലേക്കാണ് കൂടുതൽ ചെയ്യുന്നത്. കോസ്റ്റ്യൂംസ് ആയിട്ട് ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്തെടുത്തു. വി ആർ ബാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മലിന് സ്റ്റിച്ചിങ്. ഞാൻ ഓൾറെഡി ഇവളുടെ ടോപ്പിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അടുത്ത ദിവസം ഞാൻ ആൽബിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്.
കണ്ണൂർ പൊള്ളുന്നു, രാജ്യത്തെ ഉയർന്ന ചൂട്. നീ ആദ്യം എന്താ പറഞ്ഞല്ലോ അതിന് രാജ്യത്തെ രാജ്യത്തെ ഉയർന്ന ചൂട്. രാജ്യത്തെ ഉയർന്ന ചൂടിന്ന് 40 ഡിഗ്രീസ്. ഞാനും ഉണ്ണിയും കൂടി ഇന്ന് പുറത്തു പോവാണ്, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. ഇതുകൂടി കേൾക്കുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുമോ? നമുക്ക് കുറച്ച് ക്ലോത്ത്സും ലേസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഷോപ്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. മമ്മി കുറച്ച് പറഞ്ഞു തന്നു. അതല്ലാണ്ട് ഓൺലൈനിൽ കാണുന്ന ഷോപ്സിലെല്ലാം കയറി നമ്മളിങ്ങനെ തപ്പുമായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ മോളിൽ വന്ന് നോക്കുകയാണ്. കുറേ കട കയറി ഇറങ്ങി, കുറേ കട ഇറങ്ങി. ഇനി ഫൈനലി നമ്മൾ ഇവിടുത്തെ മോളിൽ ഒരു കട കാണാൻ ഇരിക്കാം. So tired because it's so real. Yes. സമയം 3:30 ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി. ഇനി വാങ്ങാത്തൊരു സാധനമുണ്ട്. എല്ലാം വാങ്ങി, തയ്യൽ മെഷീൻ വാങ്ങിയില്ല. മെഷീൻ ഇല്ലാണ്ട് കാര്യമില്ല. ബട്ട് ഈ ഫാൻ വെച്ച് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒരു കടയിൽ പോയി മെഷീൻ നോക്കി. ഇനി ഒരു കടയും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഓൺലൈൻ വാങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണിക്കാം. എൻ്റെ ആണോ ചേച്ചിൻ്റെ ആണോ ഇഷ്ടപ്പെട്ടത്? ഇരിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നല്ലോ. അല്ല, എന്റെ ഇഷ്ടപ്പെട്ടു. വാതില് പൂട്ടിക്ക്. തിരിച്ചെത്തി. എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാം. ഇത് തുണി വാങ്ങിയത്, പിന്നെ ഒരു ലേസ് വാങ്ങി. മമ്മിയോട് കൂടി കേട്ടോ പറയുന്നത്, മമ്മി കേൾക്കണേ. പിന്നെ നമ്മൾ ഒരു കത്രിക വാങ്ങി, തയ്യൽ കയറിയുടെ ആയുധം. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ നമ്മൾ ഒരു മുട്ടുസൂചി സെറ്റ് വാങ്ങി. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് ആ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ തന്നു. ഇത് ബട്ടൺസ് ആണ്, ഒരു 12 ബട്ടൺസ്, കുറച്ച് എംബ്രോയ്ഡറി ത്രെഡ്, ചുമ്മാ കുറച്ച് കളേഴ്സ് ഇതിൽ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2 സിബ്, പിന്നെ വേറൊരു ലേസ്. ആദ്യം ഞങ്ങൾ വെള്ള വാങ്ങി ഇതിൽ വെക്കാൻ നോക്കി. പിന്നെ ഓർത്ത് വെള്ളം ഒത്തിരി അങ്ങ് എടുത്ത് വെക്കും, നീലയാകുമ്പോൾ ഇച്ചിരി കൂടി ഇതിൻ്റെ ഒപ്പം പോകുമല്ലോ, അടിയിൽ വെക്കാനാണ്. അപ്പോൾ ഒരു നീല ലേസ് വാങ്ങി. പിന്നെ കുറച്ച് നൂല്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ കിറ്റ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വേണ്ട ഒരു സാധനം മെഷീൻ ഉണ്ടെങ്കിൽ തുടരാം. ഒരു സാധനം കൂടി വേണ്ടായിരുന്നടാ, ടേപ്പ്, മെഷറിംഗ് ടേപ്പ് ഇല്ല. മറന്നായിരുന്നു. ഇത് ഏതാ കട? എല്ലാം പല പല കടയാണ്. എന്താ നൂൽ. ഇതായിരുന്നു വീഡിയോ. നിങ്ങൾ ആരെങ്കിലും സമയത്ത് അവസാനം വരെ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്. Until next time, bye bye.